സാംസ്കാരിക പെരുമ പേറുന്ന തൃശൂരിന്റെ കലാകൌമാരത്തിന്റെ വിസ്മയ പകർന്നാട്ടങ്ങൾക്കായി ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണൊരുങ്ങി. മഴയുടെ ആശങ്ക കനക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളോടെ 35ാമത് റവന്യൂ ജില്ലാ കലാമേള കെങ്കേമമാക്കാൻ ഒരുങ്ങുകയാണ് സംഘാടക സമിതി. അതേസമയം കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരം കേന്ദ്രീകരിച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന സാംസ്കാരിക ഘോഷയാത്ര ഉപേക്ഷിച്ചു. അച്ചടിയുടെയും കച്ചവടത്തിന്റെയും കഥകളിപ്പെരുമയുടെയുമെല്ലാം പൈതൃകമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണിലേക്ക് ജില്ലാ കലോത്സവം എത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. 17 വേദികളിലായാണ് മത്സരങ്ങൾ. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 8000-ഓളം പേർ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് പുറമെ ടൗൺ ഹാൾ, CV സ്മാരക ഹാൾ, സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയം എന്നിവിടങ്ങളിലും മത്സരങ്ങളുണ്ട്. നിലവിലെ കാലാവസ്ഥാ പ്രവചനത്തിന്റെ ആശങ്ക സംഘാടകർക്കുണ്ട്. വൃശ്ചിക മാസത്തിലും തുലാമാസത്തിന് സമാനമായി പകൽ സമയത്ത് ശക്തമായ മഴയുണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് സാധ്യമായ മുന്നൊരുക്കങ്ങൾ സംഘാടക സമിതി നടത്തിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം വേദികളിലും പന്തലുണ്ട്. YMCAയിൽ ഒരുക്കിയ ഭോജനശാലയിലെത്താൻ വിവിധ വേദികളിൽ നിന്ന് വാഹന സൌകര്യവും സജ്ജമാക്കിയതായി കുന്നംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും സ്ഥലം MLAയുമായ AC മൊയ്തീൻ പറഞ്ഞു. ഡിസംബർ 3 നമ്മൾ പരിപാടി തുടങ്ങുമെങ്കിലും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 5-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:30-നാണ്. അത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീ റഫീഖ് അഹമ്മദ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, പി ബാലചന്ദ്രൻ, മുരളി പെരുന്നെല്ലി MLAമാർ, സനീഷ് കുമാർ ജോസഫ് MLA, VR സുനിൽകുമാർ MLA, NK അക്ബർ MLA, ശ്രീമതി സീതാ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള പിന്നെ ആശംസകൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, പരിപാടികളിലുള്ള എല്ലാ ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടിയിലുണ്ടാകും. കലാമേളയുടെ ആദ്യ ദിനമായ ചൊവ്വാഴ്ച രചനാ മത്സരങ്ങൾക്ക് പുറമെ ജനപ്രിയ ഇനങ്ങളായ ഒപ്പന, വട്ടപ്പാട്ട്, നാടോടി നൃത്തം, കുച്ചുപ്പുടി, മൂകാഭിനയം, നാടകം എന്നീ മത്സരങ്ങൾ അരങ്ങേറും. വൈകിട്ട് സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര തൃശൂരിൽ നിന്ന് കുന്നംകുളത്തെത്തും. NK അക്ബർ MLA മുഖ്യാതിഥിയാകും. ബുധനാഴ്ച മത്സരങ്ങളില്ല. വ്യാഴാഴ്ച രാവിലെ 9:30-ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. കവി റഫീഖ് അഹമ്മദ് കലോത്സവ സന്ദേശം നൽകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യപ്രഭാഷണം നടത്തും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ജനറൽ കൺവീനറും തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുമായ AK അജിതകുമാരി പറഞ്ഞു. മഴവെള്ളം അത് ഒഴുകി പോകാനായിട്ട് ചാലൊക്കെ കയറി ശരിയായിട്ടുണ്ട്. വേറെ വലിയ പ്രശ്നം കണ്ടില്ല. ഇപ്പൊ പോയി നോക്കിയുള്ളൂ. ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ പോയിരുന്നു. ഓഫ് സ്റ്റേജ് 3-ാം തീയതി ആരംഭിക്കും. ഹയർ സെക്കൻഡറി കുട്ടികളുടെ പരിപാടികൾ 3-ാം തീയതി ഉണ്ട്. പിന്നെ പുതിയ പ്രത്യേകം പറയാനുള്ളത് പുതിയ 5 ഇനമുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാളും. ഇരുള നൃത്തം, പണിയ നൃത്തം, മംഗലം കളി, മലയപ്പുലയാട്ടം, പളിയ നൃത്തം, അങ്ങനെ 5 പുതിയ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. മത്സരം ഉണ്ട്. 5-ലും മത്സരമുണ്ട്. എൻട്രികളുണ്ട്. 5-നും എൻട്രികളുണ്ട്. കുന്നംകുളത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ N സൈമൺ ജോസ് എന്നിവരും പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം.